അപ്പോൾ ബാലരാമപുരത്തേക്ക് പോവുകയാണ്. അവിടെ വലിയ പ്രതിഷേധം. അവിടെ ഉണ്ടായിരിക്കുന്ന സമാധി വിഷയം അത് സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ സമാധി എന്ന് പറയുന്ന കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങുമ്പോൾ അവിടെ ഒരു വിഭാഗം ആ കുടുംബത്തിന് പിന്തുണയുമായി എത്തിക്കൊണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരണം ദുരൂഹമാണ് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ സമാധിയായ ഗോപൻ സ്വാമി അത് സമാധിയല്ല, അത് കൊലപാതകമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആ സംഘർഷത്തിലെ ദൃശ്യങ്ങളിലേക്ക് റഷീദ് വിവരങ്ങൾ. റഹീസ്, ഇപ്പോൾ അവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം രാവിലെ മുതൽ റഹീസ് അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തി ഈ കുടുംബത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അതൊരു വേറെ രൂപത്തിലേക്ക് ആക്കുകയാണോ? അത് അതിനുള്ള ഒരു ശ്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ഇവിടെ നടന്നിരുന്നു. പോലീസ് നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം ചില ഹൈന്ദവ സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉയർന്നത്. കുടുംബം രാവിലെ തന്നെ അവരുടെ നിലപാട് റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മകൻ സദാനന്ദനും രാവിലെ തന്നെ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞതാണ്, ഏതെങ്കിലും തരത്തിൽ കല്ലറ പൊളിക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് അത് തടയാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അവർ പ്രഖ്യാപിച്ചതാണ്. താൻ ആത്മഹത്യ ചെയ്യും എന്ന് വരെ രാജസേനൻ രാവിലെ പറഞ്ഞു. അതിന്റെ നിരവധി ഹൈന്ദവ സംഘടനാ ഗോപൻ സ്വാമിയുടെ ഭാര്യ അല്പം മുമ്പുണ്ടായ പ്രതിഷേധമാണ് കല്ലറയ്ക്ക് മുൻപിൽ ഭാര്യയുടെ പ്രതിഷേധം. കുടുംബത്തിന്റെ